പോൾസ് മെസ്സേജസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ചു. ആ സ്ത്രീയെ പുരുഷാരം കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട, ക്രൂരമായി ജനത്താൽ ആക്രമിക്കപ്പെട്ട് അധിക്ഷേപിച്ച് എല്ലാ അർത്ഥത്തിലും തൻ്റെ കണ്ണുനീരിനോ കരച്ചിലിനോ നിലവിളിക്കോ ഒന്നും ആരും കാത്തു നിൽക്കാതെ ഒരു കൊലപാതകം നടക്കേണ്ട സ്ഥാനത്ത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട്, യഹൂദന്മാരുടെ ചരിത്രത്തിലാദ്യമായിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് തല ഉയർത്തി അഭിമാനത്തോടെ നടന്നുപോയി. നിങ്ങൾക്കറിയോ, അതാണ് ദൈവിക കൃപ. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, നാറ്റം വെച്ചു. എന്നാൽ 4-ാം നാൾ യേശു ക്രിസ്തു പറഞ്ഞു, ലാസറേ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. കർത്താവ് പറഞ്ഞു, കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ. ലൂസ് ദാറ്റ് മാൻ, ലെറ്റ് ഹിം ഗോ. നിങ്ങൾക്കറിയോ, അതാ കൃപ. സക്കായി കാട്ടത്തിയിൽ, മുള്ളു നിറഞ്ഞ കാട്ടത്തിയിൽ ആ ചെറിയ ശരീരവുമായി വലിഞ്ഞു കയറി. ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ്. അതിനേക്കാളും വലിയ മുറിവ് സക്കായിയുടെ ഉള്ളിലുണ്ട്. ജനം തന്നെ പ്രാക്കിക്കൊണ്ട് തരുന്ന കാശ്, അത് വാങ്ങിയതിൻ്റെ വേദന, തന്നെ നാളുകളായി പിന്തുടരുന്ന കുറ്റബോധത്തിൻ്റെ ആ ഒരു അനുഭവം. തനിക്കറിയാം താൻ പാപിയാണ് എന്ന്. പാപിയാണ് എന്ന ബോധത്തിൽ ജീവിതം നയിക്കേണ്ടി വരുന്നത് പോലെ ഒരു കഷ്ടം. അതൊരു വല്ലാത്ത കഷ്ടമാണ്. എന്നാൽ സക്കായിയേ എന്നൊരു വിളി, ആ വിളിയുണ്ടല്ലോ, സക്കായിയുടെ ഹൃദയത്തിൽ നിന്ന് ആ പാപ ബോധവും ആ പാപഭാരവും എല്ലാം തീങ്കൽ മെഴുക് ഉരുകിപ്പോകുന്നത് പോലെ മാറിപ്പോയി. സക്കായിക്ക് യേശുപ്പച്ചനെ കിട്ടി. പക്ഷേ ഒരുപക്ഷെ വേദപുസ്തക ചരിത്രത്തിൽ ഇത്രയും പെട്ടെന്ന് ഈ ലോകപ്രകാരമുള്ള സമ്പന്നത നശിച്ചുപോയ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല. സക്കായി തനിക്കുള്ളത് മുഴുവൻ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം സക്കായിക്ക് മനസ്സിലായി, തനിക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. ആ കൃപയുടെ മുമ്പിൽ തൻ്റെ സ്വത്തോ, തൻ്റെ ജീവനോ, തൻ്റെ ഒന്നിനും ഒരു വിലയും സക്കായി കൽപ്പിച്ചില്ല. സക്കായി ആത്മാഭിമാനമുള്ളവനായി അന്തസ്സോടെ തല ഉയർത്തി ആ കർത്താവിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശുപ്പച്ചൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കും കൃപ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും കൃപ ലഭിച്ചിരിക്കുകയാണ്. കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്ന കൃപയ്ക്ക് ജീവനുണ്ട്. ഞാൻ പറയുന്ന കൃപ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാണ്. ഞാൻ സംസാരിക്കുന്ന കൃപയ്ക്ക് പാപം ഒട്ടും ഇല്ല. ഞാൻ സംസാരിക്കുന്ന കൃപയ്ക്ക് വളരെയധികം മനസ്സലിവുണ്ട്. ഞാൻ സംസാരിക്കുന്ന കൃപയ്ക്ക് ആരെക്കാളധികം നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഞാൻ സംസാരിക്കുന്ന കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ കൃപ നിങ്ങളെ വിട്ട് മാറാനല്ല, മറിച്ച് ലോക അവസാനത്തോളം
നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റുന്നതാണ് ഈ കൃപ. ഞാനിന്ന് നിങ്ങളോട് ഒരു ചോദ്യമോ ഒരു കാര്യമോ ഒന്നും ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ കൃപയുണ്ടോ, നിങ്ങൾക്ക് ഈ കൃപ ലഭിച്ചോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് ഇടപെടുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവനെ, താങ്കളുടെ ജീവിതത്തിൽ കൃപ വറ്റിപ്പോയ അനുഭവമാണോ? യേശുപ്പച്ചൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്നത് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ട്, ഒരു പ്രാർത്ഥന ഉയരുന്നുണ്ട്. എന്താണെന്നറിയോ? സക്കായിക്ക് കൃപ ലഭിച്ചതുപോലെ, മറിയയ്ക്ക് കൃപ ലഭിച്ചതുപോലെ, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ആ പാവം സഹോദരിക്ക് കൃപ ലഭിച്ചതുപോലെ നിങ്ങൾക്കും കൃപ ലഭിക്കട്ടെ. പത്രോസിന് കൃപ ലഭിച്ചതുപോലെ, പത്രോസ് ആ പാവ മനുഷ്യൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? ആര് തള്ളിപ്പറഞ്ഞാലും കർത്താവിനെ തള്ളിപ്പറയാതെ, ആര് കളഞ്ഞിട്ട് പോയാലും കർത്താവിനെ കളഞ്ഞിട്ട് പോകാതെ കർത്താവിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അതല്ലായിരുന്നു പദ്ധതി, അതല്ലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ എത്ര തവണ തള്ളി പറഞ്ഞോ അത്രയും തവണ കർത്താവിനെ ഏറ്റു പറയാൻ കർത്താവ് അവസരം കൊടുത്ത് തൻ്റെ ആടുകളെ മേയ്ക്കാൻ തൻ്റെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാക്കി പത്രോസിനെ യേശുപ്പച്ചൻ മാറ്റി. കൃപ, 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 കൃപ. കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് കൃപ? ക്രിസ്തുവാണ് കൃപ. കൃപയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കൃപ പണിയും. The grace of God, that is Christ Jesus, will build you up. ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ പണിയും. ക്രിസ്തു നിങ്ങളെ പണിയും. പാപത്തിൽ ജീവിക്കുന്നവനെ പാപം തൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞ് ആ പാപിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക്, എങ്ങനെ? തൻ്റെ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക്. നമ്മുടെ വിശുദ്ധിയല്ല, ക്രിസ്തുവിൻ്റെ തന്നെ വിശുദ്ധിയിലേക്ക് നമ്മെ നടത്തി, നമ്മെ ക്രിസ്തുവിൽ പരിപൂർണർ ആക്കുന്നതാണ് ക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ എന്നത് ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവിലൂടെ മാത്രം ആണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളോടത് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിപ്പിക്കുകയാണ്. The love of Christ is forcing me to speak about His grace. ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് സംസാരിക്കുവാൻ എന്നിൽ ദൈവാത്മാവിൻ്റെ ഒരു നിർബന്ധം കിടക്കുകയാണ്. ഞാൻ അതുകൊണ്ടത്രേ ഞാൻ നിങ്ങളോടത് സംസാരിക്കുന്നത്. ഞാനിത് സംസാരിക്കുന്നത് തീർത്തും നിങ്ങളിൽ ക്രിസ്തു വസിക്കണം, നിങ്ങളിൽ ക്രിസ്തു മാത്രം വസിക്കണം എന്ന ഒരു ആഗ്രഹത്തിലാണ്. ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ തരുന്നത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളിൽ കൃപ വർദ്ധിക്കുന്നു എന്നതിനൊരു തെളിവ് ഞാൻ തരാം. എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറയാൻ ആരംഭിക്കും. പകരം നിങ്ങളിൽ ക്രിസ്തു വളരാൻ ആരംഭിക്കും. ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറയാൻ ആരംഭിക്കും. നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ കുറയും. പകരം നിങ്ങളുടെ എല്ലാ മേഖലയിലും
ക്രിസ്തു വർദ്ധിച്ചു വരും. നിങ്ങളുടെ ചിന്തയിൽ ക്രിസ്തു വർദ്ധിക്കും. നിങ്ങളുടെ നോട്ടത്തിൽ ക്രിസ്തു വർദ്ധിക്കും. നിങ്ങളുടെ നടപ്പിൽ ക്രിസ്തു വർദ്ധിച്ചു വരും. നിങ്ങളുടെ പ്രവൃത്തികളിൽ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങും. അതാണ് കൃപ. ഈ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ കർത്തൃനാമത്തിൽ ശോധന ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. യേശുപ്പച്ചൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ പണിയുന്നതാണ്. ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ പണിയുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ പണിയുന്നത് ഈ ലോകത്തിലെ കല്ലോ മണ്ണോ ചേർത്തിട്ടല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ബന്ധത്തോട് ചേർത്ത് പിടിച്ചിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ പണിയുന്നത് ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പുത്രൻ, അതായത് യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നുവോ അപ്രകാരം അല്പം പോലും കുറയാതെ തൻ്റെ കൃപയിൽ, തൻ്റെ മഹിമയിൽ നമ്മെ പണിതെടുക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കൃപ. ക്രിസ്തുവിൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ്. കാരണം ക്രിസ്തു ആത്മാവാണ്, ക്രിസ്തു ജഡമല്ല. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയാൽ യേശു ഭൂമിയിൽ ജഡരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അത്യുന്നതനാവുന്ന ദൈവത്തിൻ്റെ പുത്രനാവുന്ന ക്രിസ്തു എന്നത്രേ പറഞ്ഞത്. ക്രൈസ്റ്റ്, മസായ, യശുവ, ദ സേവിയർ, ദ അനോയിൻറ്റഡ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സത്യം അത് വെളിപ്പെടുത്തുന്നത് ദൈവമാണ്. അതാർക്കെല്ലാം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? ദൈവം ആത്മാവാണ്. ദൈവമാകുന്ന ആത്മാവിനെ ആരാധിക്കേണ്ടത് ജഡത്തിലല്ല. ദൈവമാകുന്ന ആത്മാവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും ആണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നാം ഈ കൃപ ഒന്ന് രുചിച്ചറിഞ്ഞേ മതിയാവൂ. ഈ കൃപ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് രുചിച്ചറിഞ്ഞാൽ മാത്രമേ മതിയാകൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവും കർത്താവിൻ്റെ കൃപയാൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ താഴ്മയോടെ, വളരെ ഭയത്തോടെ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പലരുടെയും ചിന്തയുണ്ട്, പലരുടെയും ജീവിത നിലവാരം എന്ന് പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന നിലവാരത്തിലാണ്. എൻ്റെ യേശു എന്നോട് ക്ഷമിക്കും, എൻ്റെ യേശു എന്നോട് കരുണ കാണിക്കും, എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ ദൈവം കരുണാസമ്പന്നനാണ്, എൻ്റെ യേശുപ്പച്ചൻ കൃപാലുവാണ്. ഈ ചിന്ത വർദ്ധിച്ചിട്ട് പലരും ആദ്യം ഒരു തെറ്റ് ചെയ്യും, പിന്നത്തേതിൽ ആ തെറ്റ് വീണ്ടും ചെയ്യും. അപ്പോഴും എല്ലാം ക്ഷമ പറയുന്നുണ്ട്, അപ്പോഴും എല്ലാം വീണ്ടും മാറി വരുന്നുണ്ട്. പക്ഷേ കുഴപ്പം എവിടെയാണെന്നറിയാമോ? ഒരു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും പാപത്തിലേക്ക് പോവുക, വീണ്ടും വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് പോവുകയാണ്. ഒരിക്കൽ ഒരു ചെളിക്കുണ്ടിൽ വീണു, കയറി ഒന്ന് കുളിച്ചു, വീണ്ടും അടുത്ത ചെളിക്കുണ്ടിൽ കുറച്ചും കൂടെ ചെളിയിൽ വീണു, കയറി വന്നു, വീണ്ടും കുളിച്ചു, വീണ്ടും ഒരു വലിയ ചെളിക്കുണ്ടിൽ ചെന്ന് വീണു, ഒരു ചാണകക്കുഴിയിൽ തന്നെ നിന്നിരിക്കട്ടെ, ചെന്ന് വീണു, നാറി നാശമായി, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും കുളിച്ച് വൃത്തിയായി, ഇച്ചിരി സ്പ്രേയും കൂടെ അടിച്ച് വരികയാണ്. പലരുടെയും ആത്മീയ നിലവാരം ഇതാണ്.
ഇങ്ങനെ ഒരു ആത്മീക നിലവാരത്തിൽ എങ്ങനെ നിങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ക്രിസ്തു നിലനിൽക്കും എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഈ കർത്താവിനെ ആരാധിച്ച് ശാപത്തിലേക്ക് പോകുന്ന അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ദുഃഖത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കിത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നിട്ട് പറയുന്നതല്ല. പക്ഷേ ഈ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഞാൻ സത്യം പറയുവാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തുവിൽ വസിക്കുന്ന, അതായത് ക്രിസ്തുവാകുന്ന ആത്മാവാം ദൈവത്തിൽ ആത്മാവിൽ ജനിച്ച് ആ ആത്മാവിൻ്റെ സഹായത്താൽ ആ ആത്മാവാം ദൈവത്തിൽ വസിക്കുന്ന അനുഭവമാണ്. എന്നാൽ പലർക്കും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവാം ദൈവത്തിൽ വസിക്കുന്ന ഒരു ആത്മീക ജീവിതമല്ല, മറിച്ച് ഒരു ഭൗതിക നിലവാരത്തിലുള്ള ഒരു ജീവിതക്രമമായി മാറപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾക്കായിട്ടല്ല എന്ന കാര്യം മറന്നു പോകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. കൃപ ന്യായവിധിക്കും കാരണമാണ് എന്നത് മറന്നു പോകരുത്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ലായിരിക്കാം ഈ പദം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഈ ഒരു പദം തരുന്നത് കൊണ്ട് തന്നെ ഞാനത് വീണ്ടും പറയട്ടെ. ദൈവത്തിൻ്റെ കൃപ ന്യായവിധിക്കും കാരണമായി തീരും എന്നത് നിങ്ങൾ മറന്നു പോകരുത്. എങ്ങനെ ദൈവത്തിൻ്റെ കൃപ ന്യായവിധിക്കും കാരണമായി തീരും? ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ കൃപ അനുഭവിക്കുകയും ഒരിക്കൽ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് വരികയും ഒരിക്കൽ കർത്താവിനെ രുചിച്ചറിയുകയും എല്ലാം ചെയ്തിട്ടും ക്രിസ്തുവിൽ നിലനിൽക്കാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങളനുസരിച്ചും പല പല ഞെരുക്കത്തിൽപ്പെട്ടും നിങ്ങളുടെ ഓരോരോ വിഷയങ്ങൾക്കായിട്ടും എല്ലാം നിങ്ങൾ ഓടിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ക്രിസ്തു എന്ന കൃപയിൽ നിന്ന് നിങ്ങൾ എവിടെയെല്ലാമോ അകന്നിരിക്കുകയാണ്. അങ്ങനെ ഉള്ളവരോട് കർത്താവ് അവസാനം പറയും, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയാലും നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയാലും സാരമില്ല. നിങ്ങൾ എത്ര തന്നെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരെന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യവുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ ഇടയിൽ നിങ്ങളെയും എണ്ണിക്കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളും പോകാതിരിപ്പാൻ തക്കവണ്ണം ഈ കൃപയെ നിങ്ങൾ അലക്ഷ്യമാക്കരുത് എന്ന് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി അത് വാക്ക് തന്നെ കർത്താവ് തരുന്നത് കൊണ്ട് പറയുകയാണ്. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. Fear and tremble before the Lord and do not commit sin in Jesus' name. This is what the Lord is saying. Your thoughts and imaginations are running wild. Your prayers are not in the spirit but in carnal mind and flesh, and the fleshly mind cannot attain kingdom of God. This is what the Lord is speaking to you. ജഡ മനസ്സിന് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യം മറന്നു പോകരുത്. In Jesus' name, the Lord God, പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും ക്രിസ്തു എന്ന കൃപയിൽ ഇന്ന് നിങ്ങളെയും എന്നെയും വിളിക്കുകയാ. Father God is calling you and me towards the grace that is Christ Jesus. വിളിക്കുകയാ. എണ്ണമില്ലാത്ത തകർച്ചകളിലൂടെ നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോവുകയായിരിക്കാം. ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും തകർന്ന് ഇനി ഒന്നിനും നിവർത്തിയില്ലാത്ത അവസ്ഥയായിരിക്കാം. പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കാം ആയിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ കൃപയ്ക്ക് സ്ഥാനമില്ല. ഇനി ജീവിതത്തിൽ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിക്കും സ്ഥാനമില്ലാത്ത അവസ്ഥയിൽ
ആയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു അവസാന ചാൻസ് ഞാൻ നിനക്ക് തരാം. നിനക്കെൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവണ്ണം നിൽക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിനൊരു മാറ്റം, നിന്റെ ജീവിതത്തിനൊരു വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ രീതിയിൽ ഇന്ന് ആലോചന അറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. യേശു ക്രിസ്തുവിന് മഹത്വം, യേശു ക്രിസ്തുവിന് മഹത്വം. പാപം വർദ്ധിച്ചെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു. എന്തുകൊണ്ട് വർദ്ധിച്ചു? പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കുന്നത്, അവിടെ ഒരു മാനസാന്തരം വേണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ശുദ്ധീകരണം വേണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ജഡീകമാകുന്ന ദൈവത്തോടുള്ള ബന്ധത്തെ വിട്ടുകളഞ്ഞിട്ട് ആത്മാവാകുന്ന ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, സാക്ഷാൽ പരിശുദ്ധ ആത്മാവ് തന്നെ, സാക്ഷാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നിന്ന് ചില അശുദ്ധിയെ നീക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ ഇരുന്നു കൊണ്ട് നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താലല്ലേ നീങ്ങത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? പാപം ചെയ്യരുത്. കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? ആ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്. കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? കർത്താവിന് കീഴ്പ്പെടണം. കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? ക്രിസ്തുവിൽ വസിക്കണം. കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? പിശാചിൻ്റെ പ്രവർത്തികൾക്ക് കീഴ്പ്പെടരുത്. കൃപ വർദ്ധിക്കണമെന്നുണ്ടോ? വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കൃപ വർദ്ധിക്കണമെന്നുണ്ട് എങ്കിൽ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? താങ്കൾ ഈ ലോകത്തിന് ഉള്ളവൻ അല്ല. താങ്കൾ ഈ ലോകത്തിൻ്റെ സന്തതി അല്ല. താങ്കൾ സ്വർഗത്തിൻ്റെ സന്തതി അത്രേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർക്കാ ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപ വസിക്കുന്നത് സ്വർഗീയ സന്തതിയിലത്രേ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവനെ, ക്രിസ്തുവിൻ്റെ കൃപ നീ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപയിൽ നീ വല്ലാതെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിന്റെ ജീവിത ശൈലി, നിന്റെ ചിന്താഗതികളെല്ലാം ഈ ലോകത്തിൻ്റെ രാഗമോഹങ്ങൾക്ക് അനുരൂപമാണ്. ഈ ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ചുള്ളതാണ് നിന്റെ ഇഷ്ടവും നിന്റെ നോട്ടവും നിന്റെ പ്രവൃത്തിയും എല്ലാം. നീ കരുതുന്നില്ല നീ ഈ ലോകത്തിൽ പരദേശിയാണെന്ന്. നീ കരുതുന്നില്ല നിനക്ക് പൗരത്വമുള്ളത് സ്വർഗത്തിലാണ്, ഭൂമിയിൽ അല്ല എന്ന്. നീ കരുതുന്നില്ല സ്വർഗത്തിലാണ് നീ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് എന്ന്. നീ കരുതുന്നില്ല നീ വസിക്കേണ്ടത് ക്രിസ്തുവിലാണ് എന്ന്. നീ മനസ്സിലാക്കുന്നില്ല നീ ഇന്നൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നത് തീർത്തും ആ പിതാവ് അയച്ച ആ കൃപയാകുന്ന ക്രിസ്തു നിമിത്തമാണ് എന്ന ബോധ്യത്തിലൊരു ജീവിതം നിന്നിൽ വരുന്നില്ല. ഈ കൃപ താങ്കളിൽ വെളിപ്പെടണ്ടേ? പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാനിത് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവും ഇല്ല. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാണ്. നിങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ നശിച്ചു പോകുന്ന അനുഭവത്തിൽ ആയിപ്പോകരുത് എന്ന് ഒരു വല്ലാത്തൊരു ഹാർട്ട് ക്രൈ. അതാണെന്ന് നിങ്ങളോട് ഇത് സംസാരിക്കുന്നതിൻ്റെ ആധാരം. ഇത് എൻ്റെ ആഗ്രഹമോ എൻ്റെ ഇഷ്ടമോ അല്ല ഞാനിന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. ഇത് തീർത്തും
കർത്താവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മൊബൈലിൽ നോക്കിയാൽ പാപം, കണ്ണ് തുറന്ന് എവിടെ നോക്കിയാലും പാപമാ. ചിലർക്ക് ഭക്ഷണം വല്ലാത്ത ഒരു വീക്ക്നെസ്സാണ്. അതിഭക്ഷണം പാപത്തിൻ്റെ ലക്ഷണമാണ്. ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ. ചിലർക്ക് ഈ ചെരുപ്പിനോടാ ഭ്രമം, ചിലർക്ക് വാച്ചുകളോടാ ഭ്രമം, ചിലർക്ക് വസ്ത്രങ്ങളോട് ഭ്രമം, പലർക്കും പല പല വിഷയങ്ങളിൽ ഭ്രമമാണ്. ചിലർക്ക് വാഹനങ്ങളോട് ഭ്രമം. ഉള്ളതിൽ ഒന്നിനും തൃപ്തിയില്ല, കുടിക്കുന്ന വെള്ളത്തിൽ പോലും തൃപ്തിയില്ലാത്ത അവസ്ഥ. എങ്ങനെ ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളിൽ വർദ്ധിക്കും? എങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വസിക്കാൻ കഴിയും? ഈ പറഞ്ഞതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. വസ്ത്രം വേണം, ഒരു സമയം നോക്കാൻ ഒരു വാച്ച് വേണം. വാഹനം വേണോ? തീർച്ചയായിട്ടും വേണം. എല്ലാം ആവശ്യമാണ്. പക്ഷേ നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നത്? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാ, ഈ ലോകത്തിൽ എന്തിനേക്കാൾ അധികമായിട്ട് ആ പിതാവിനെ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹമാകുന്ന ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ, ജീവിതത്തിൽ എന്തിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃപയിൽ വസിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപ ധാരാളം നിങ്ങൾ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, പുത്രനാവുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന്, പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്ന്, കർത്താവിൻ്റെ ആത്മാവേ, ഒന്നിനോടും ഈ ലോകത്തിലെ ഒന്നിനോടും ചേരാതെ കർത്താവിനോട് കൂടെ തന്നെ ചേർന്ന് നിന്ന് കർത്താവിനെ തന്നെ സ്നേഹിച്ച് ആ പിതാവിൻ്റെ കൃപ ധാരാളമായി ക്രിസ്തു മുഖാന്തരം അനുഭവിച്ച് അതിനായിട്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ധാരാളമായി പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ പ്രതിഫലമുള്ളവരാകുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരാകുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ കർത്താവേ ആത്മാവിൻ്റെ ഫലങ്ങളിൽ വർദ്ധിച്ചു വരുന്നവരായി മാറുവാൻ, പ്രിയപ്പെട്ട പിതാവേ, ഈ പ്രിയ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവേ, ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. മാനവും മഹത്വം എല്ലാം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, സഹായം, കൂട്ടായ്മ ഈ പ്രിയപ്പെട്ടവരോടുകൂടെ എന്നേക്കും ഇരിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വീണ്ടും കാണാൻ, മറ്റനേകം ഇംഗ്ലീഷ് പ്രോഗ്രാംസും എല്ലാം കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. പോൾസ് മെസ്സേജസ്, അതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, കർത്താവ് നിയോഗം തരുന്നുവെങ്കിൽ മാത്രം ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് സഹായിക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. സകലതും കർത്താവിൻ്റെ ഹിതം പോലെ. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.